തലസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുണ്ട്, മറുഭാഗത്ത് ഇപ്പോൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബിജെപിയുടെ വലിയ പ്രതിഷേധമാണ് വരുന്നത്. CPM അനധികൃത നിയമനങ്ങൾ നടത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. BJP കൗൺസിലർമാരെ തടയാൻ LDF കൗൺസിലർമാർ ഇറങ്ങിയതോടെ കയ്യാങ്കളിയിൽ കലാശിച്ചു. പ്രവർത്തകരെ കൗൺസിലർമാരെ ഒക്കെ പോലീസ് നിയന്ത്രിച്ചത്. വളരെ പാടുപെട്ടാണ് വനിതാ പോലീസ് എത്തിയാണ് അവിടെ നിന്ന് ഇവരെ മാറ്റിയത്, പ്രതിഷേധക്കാരെ മാറ്റിയത്. കയ്യാങ്കളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. കൗൺസിൽ യോഗത്തിനിടെയാണ് ഈ സംഘർഷമുണ്ടായത്. ഒരു കാര്യം പ്രേക്ഷകരോട് പറയുകയാണ്, ഈ വാർത്ത നമ്മളുടെ ഈ വാർത്ത നിങ്ങളിലേക്ക് ആംഗ്യ ഭാഷയിൽ എത്തിക്കുന്നത് വിനയചന്ദ്രനാണ്. നമുക്ക് TS ഹരികൃഷ്ണനിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് TS ഹരികൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന്റെ സാഹചര്യമായിരുന്നു. CPM പ്രവർത്തകർ അനധികൃതമായി നിയമനം നടത്തുന്നു എന്നൊക്കെ ആരോപിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ നടന്നു. എന്താണ് നിലവിലെ സാഹചര്യം? ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണോ? ഇപ്പോൾ സംഘർഷാവസ്ഥയില്ല. ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ. നഗരസഭാ കൗൺസിലിൻ്റെ നടുത്തളത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ ഒരു ആ സംഘർഷത്തിന് അയവ് വന്നു. പ്രതിഷേധക്കാരൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്. അതായത് അരമണിക്കൂർ മുമ്പ് നടന്ന സംഭവങ്ങളെന്ന് പറയുന്നത് തിരുവനന്തപുരം കൗൺസിൽ യോഗം തുടങ്ങുന്ന സമയത്താണ് BJP പ്രവർത്തകർ പ്ലക്കാർഡുകളുമായി എത്തിയത്. അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇവിടെ അനധികൃത നിയമനങ്ങൾ നടക്കുന്നു എന്നാണ് BJPയുടെ ആരോപണം. BJP ഇത് രാവിലെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് ഒരു 56 പേരെ ഇവിടെ അനധികൃതമായി നിയമിക്കാൻ CPM മുൻകൈ എടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധം ഉയർത്തിയും പ്ലക്കാർഡുകളുമായി BJP കൗൺസിലർമാർ രംഗത്തെത്തി. ആ സമയത്ത് കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് വേണ്ടി മേയർ ആര്യ രാജേന്ദ്രൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ആ സമയത്താണ് മേയറുടെ ഡയസിൻ്റെ പരിസരത്തേക്ക് കയറി BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. ആ സമയത്ത് LDFിൻ്റെ കൗൺസിലർമാരൊക്കെ ചേർന്ന് ഇവരെ തടയുന്നതിന് വേണ്ടിയൊക്കെ ഒരു ശ്രമം നടത്തി. അങ്ങനെയാണ് അതൊരു കയ്യാങ്കളിയിലേക്ക് കലാശിച്ചത്. പിന്നെ പോലീസ് ഇടപെട്ടു. കൃത്യമായി പോലീസ് സന്നാഹം ഉള്ളതുകൊണ്ട് പോലീസിനത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം വനിതാ പോലീസുകാർ ഇവിടെ ആവശ്യത്തിനുണ്ടായിരുന്നു. വനിതാ പോലീസുകാർ കൃത്യമായി ഇടപെട്ട് ഈ പ്രതിഷേധക്കാരെ പ്രതിഷേധിച്ച BJP കൗൺസിലർമാരെ ഉൾപ്പെടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഏകദേശം ഒരു അരമണിക്കൂറോളം വലിയ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു നഗരസഭയിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായി ഇവർ ഉന്നയിക്കുന്നത് 56 പേരെ അനധികൃതമായി നിയമിക്കുന്നുവെന്നാണ്. പക്ഷേ ഇപ്പോൾ അതിന് LDF മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ 56 പേരെ അനധികൃതമായി അല്ല നിയമിച്ചിരിക്കുന്നത്. എല്ലാ നിയമ നടപടികളും പാലിച്ചുള്ള നിയമനമാണ് നടന്നിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഇവരുടെ നിയമനങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അഭിമുഖം ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു എന്നുള്ള തരത്തിൽ LDF അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ മാത്രമല്ല BJP കൗൺസിലർമാരുടെ ചില അഴിമതി കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ഈ പ്രതിഷേധം എന്നുകൂടി LDF BJPക്കെതിരെ ഒരു ആരോപണം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയം BJP വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ സത്യാഗ്രഹ സമരം ഉൾപ്പെടെ പ്ലാൻ ചെയ്യുകയാണ് BJP കൗൺസിലർമാർ. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ BJP. അത് ഇപ്പോൾ അവസാനിപ്പിച്ചു കാണുമായിരിക്കും. പക്ഷേ വരും ദിവസങ്ങളിലും സത്യഗ്രഹം അടക്കമുള്ള സമരമുറകളിലേക്ക് നീങ്ങാനാണ് BJPയുടെ തീരുമാനം. അതായത് ഈ കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അനധികൃതമായ നിയമനം നടത്തി കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയുടെ ഈ പ്രതിഷേധം നടക്കുന്നത്. പക്ഷേ അതിന് കൃത്യമായ മറുപടി CPM നൽകുന്നുണ്ട്. കൃത്യമായ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയൊക്കെയാണ് ഈ അഭിമുഖം അടക്കം നടത്തിയാണ് നിയമനം നടത്തിയത്. അതിലൊരു തട്ടിപ്പും വെട്ടിപ്പും ഞങ്ങൾ നടത്തിയിട്ടില്ല. BJP നേതാക്കളുടെ BJP കൗൺസിലർമാരുടെ ചില അഴിമതി കഥകൾ പുറത്തേക്ക് വരാറായിട്ടുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള നാടകമാണ് BJP നടത്തുന്നത് എന്നാണ് CPMന്റെ പ്രതിരോധം.